ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വീട്ടുവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗംഭീര മഴയുള്ള ഒരു ദിവസത്തിൽ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോണത്. അപ്പോൾ ചില യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്, നമ്മളെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കും, കുറേ ഇങ്ങനെ എടുത്തു വയ്ക്കും. പക്ഷേ അത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യില്ല. അത് ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാവും അപ്ലോഡ് ചെയ്യാതെ. ചിലവരൊക്കെ കാണാം ഓണത്തിൻ്റെ വീഡിയോ അതുപോലെ ക്രിസ്മസിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു മാസമോ 2 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവരിതാ ഓണം സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുക. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനും വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് വീഡിയോ ഇടാനായിട്ട് തോന്നുക, എന്താണെന്നറിയില്ല, ഒരു മൂടില്ല. അപ്പോൾ ഇത് നമ്മൾ ശനിയാഴ്ച എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു വെജ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ട് നമ്മൾ കാണിക്കാനായിട്ട് പോണത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഗോതമ്പ് ദോശയും ചട്നിയൊക്കെയാണ് ഉണ്ടാക്കിയത്. പിള്ളേരൊക്കെ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ 2 ദിവസം ഉണക്കുണ്ടല്ലോ. അതാണ് നമ്മൾ ഇന്ന് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചത്. സാധാരണ ഞങ്ങൾ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് അധികമൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ നാത്തൂൻ്റെ മക്കളൊന്നും അവിടെ വീട്ടിലില്ലാത്ത കാരണം കുറച്ച് കുറവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അഥവാ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം ഞായറാഴ്ച കഴിക്കാമല്ലോ, അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമൊക്കെയാണ് ഞങ്ങൾ ബിരിയാണിയൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ പിന്നെ ഇപ്പോൾ പഠിപ്പൊക്കെ ഉള്ള കാരണം പിറ്റേ ദിവസമൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ശനിയാഴ്ച വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ വെജ് ബിരിയാണിയാണ് വെക്കണത്. അപ്പോൾ ചേട്ടനും നാത്തൂനൊക്കെ വെജാണ് കഴിക്കുള്ളൂ. അപ്പം ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വെജ് ബിരിയാണി വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് വെജ് ബിരിയാണി തന്നെയാണ് വെക്കണത്. അപ്പോൾ അത് ഓരോ പ്രാവശ്യം ഓരോ തരത്തിലാണ് കേട്ടോ നമ്മൾ പരീക്ഷണങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതാ ചായ കുടിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് പണികളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ചായ കുടിക്കാനായിട്ട് പോയത്. അപ്പോൾ ചേട്ടൻ ഓട്ടത്തിന് പോയെടുക്കുമായിരുന്നു, പിള്ളേരൊക്കെ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ എനിക്ക് വന്നപ്പോൾ ചായ കുടിച്ച് ബാക്കിയുള്ള പണി. അപ്പോൾ അരിയൊക്കെ കഴുകി വെച്ച് അടുപ്പത്ത് വെള്ളമൊക്കെ ചൂടാക്കാനൊക്കെ വെച്ച് ബിരിയാണിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ അരി കഴുകി ഇട്ട് കൊടുക്കാൻ കേട്ടോ. നല്ല പുക ഉണ്ടായിരുന്നു, കണ്ണിലൊക്കെ പുക ഇങ്ങനെ അടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് നമ്മൾ ഊറ്റി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി പെട്ടെന്നാവും കേട്ടോ, നമ്മൾ വേവ് കൂടാണ്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. വേഗം തന്നെ എടുക്കാനായിട്ട് അരി സെറ്റപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് അരിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഊറ്റിയിടാനായിട്ട് ഞാൻ 2 പാത്രങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു തിളയ്ക്കുമ്പോഴേക്കും അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണ മേടിക്കുന്ന അരിയല്ല, എന്ന് വേറൊരു അരിയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ അരി വെള്ളത്തിലിട്ടപ്പോൾ തന്നെ ഞാൻ നോക്കി നിൽക്കുകയാണ്. വേവ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദമ്മിട്ട് കഴിഞ്ഞാൽ ആകെ കുഴയുമല്ലോ. അപ്പോൾ അത് പാടില്ലല്ലോ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അരിയുടെ വേവൊക്കെ നോക്കിയിട്ട് വേഗം ഇങ്ങനെ ഊറ്റിയിടും. ഒരു തവണ കളിക്കുമ്പോഴേക്കും നമ്മുടെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം വേവ് കൂട്ടുന്ന അരി പറയാൻ അടുത്ത് കുറച്ച് നേരം നമുക്ക് ദമ്മിടണേ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് പുതിയ തരം അരിയാണ്. അപ്പോൾ അതിൻ്റെ വേവ് കറക്റ്റ് അറിയില്ലായിരുന്നു, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 പത്രത്തിൽ ഊറ്റി വെച്ചിട്ട് വേണം നമുക്ക് പച്ചക്കറിയൊക്കെ വേവിച്ചിട്ട് ദമ്മിട്ട് വെക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് ഞാൻ ഈ ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗ്രീൻ പീസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സോയാബീനൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് അത് ഊറ്റി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേട്ടൻ ആ ഓട്ടത്തിന് പോയി എടുക്കായിരുന്നു, കുറേ അമ്പലങ്ങളിലൊക്കെ പോയി എടുക്കായിരുന്നു. അങ്ങനെ ഗുരുവായൂർ പോയപ്പോൾ അവിടുന്ന് കുറച്ച് പായസം വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ട് കഴിക്കണേ. വെച്ചോ നമ്മുടെ ക്യാമറാമാൻ അവനി ഇതിലെച്ചു കേട്ടാ. അപ്പോൾ കുറച്ച് ഗരം മസാല പൊടിക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ്, ബീൻസ്, ഉരുളൻകിഴങ്ങ്, പിന്നെ സോയ അതിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം, സവോളയും തക്കാളിയും അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടൻ ചായ കുടിച്ചിട്ട് പോയിട്ട് വന്നിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിച്ചു കൊടുന്നു. അപ്പോൾ ഇനി നമുക്കിതാ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഗരം മസാല പൊടിച്ചിട്ടുള്ള ആ ഒരു മിക്സിയിൽ തന്നെയാണ് കേട്ടോ നമ്മളിതും കൂടി അരച്ചെടുക്കുന്നത്. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്.
മസാലപ്പൊടികൾ ചേർത്തിട്ട് വെക്കണം കേട്ടോ. അത് കാണിച്ചു തരാം. അത് മഞ്ഞപ്പൊടി കുറച്ചിടാം. മുളകുപൊടി, നമ്മുടെ വീട്ടില് പൊടിച്ച പൊടിയാണ് കേട്ടോ മുളക് പൊടി. കുറച്ച് ഗരം മസാല പൊടിച്ചുള്ള കേട്ടോ ഗരം മസാല. പിന്നെ നമ്മളുടെ അടുത്തായിട്ട് കുറച്ച് ചിക്കൻ മസാല. പിന്നെ കുറച്ച് നമ്മളിഞ്ഞ് വാട്ടുമ്പളേ അരി കുറച്ചിടും. പിന്നെ ചോറിന് ഉപ്പുണ്ട് കുറച്ച് മതി. ഇനി കുരുമുളക് പൊടിയും ഇതൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ പിന്നെ ചേർത്ത് കുറച്ച് തൈര് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ആക്കും. കുറച്ച് മതി. നല്ലപോലെ അങ്ങ് മിക്സ് ആക്കാം. ഇനി നമുക്ക് ഉരുളിയിലാണ് വെക്കുന്നത് കേട്ടോ. ഇത് കഴുകിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ ആദ്യം നമ്മൾ ഉരുളി വെച്ചിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട്, അതായത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ നമ്മുടെ സവാളയും ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്ന് മുകളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ നല്ല ക്രിസ്പായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ബിരിയാണിയിലൊക്കെ ഇടുമ്പോൾ കുറച്ച് മധുരക്കൂടെയൊക്കെ ആകുമ്പോഴേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ഉരുളിയിൽ തന്നെ സവോള വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു അണ്ടിപ്പരിപ്പും സവോളയും ഇതൊക്കെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ചിക്കൻ വറുത്തിട്ടാണ് കഴിക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല പുരട്ടി വെക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ചിക്കനും കൂടി മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ സവോളയും തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി വാടി വന്നപ്പോൾ നമ്മളതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ വേവിച്ച ഗ്രീൻ പീസും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പച്ചക്കറി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല പോലെ ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ബിരിയാണിയിലേക്ക് ഒരു തൈര് സലാഡും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് സവോള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, കുറച്ച് ഉപ്പ്, കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പാകത്തിന് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ തൈരൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കച്ചമ്പർ, തൈര് സലാഡ്, റൈത്താന്നൊക്കെ പറഞ്ഞ സംഭവമാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇങ്ങനെ പീച്ച് ഇങ്ങനെ ഉണ്ടാക്കണതാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു പ്രാവശ്യത്തെ പോലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കണ്ടായിരുന്നു കച്ചവടത്തിന്. അപ്പോൾ ഞാനായിരുന്നു തൈരൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി തൈരാണ്. അടിപൊളി തൈരാന്നൊക്കെ പറഞ്ഞ എല്ലാവരും. അതിൻ്റെ രഹസ്യം ഇതാണ് കേട്ടോ. അങ്ങനെ കഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ആക്കണം. പിന്നെ ചിക്കൻ കറി നമ്മൾ നാളെ വയ്ക്കാമെന്ന് വിചാരിച്ചു. നാളെ പൊറോട്ട കഴിക്കാമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ സ്പെഷ്യൽ പനീർ കറിയൊക്കെ നാളെയാണ് കേട്ടോ. അപ്പം പറ്റുകയാണെങ്കിൽ നാളെ ഒരു വീഡിയോ കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് നേരം ഇല്ലാത്ത കാരണം ഇന്ന് ചിക്കൻ വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എന്താ ഞാൻ പറയുന്നത്, അപ്പോൾ സമയം ഏതായാലും ഉച്ചയുണ്ട്. അപ്പം ഇത് വെന്ത് വന്നിട്ടൊക്കെ വേണം നമുക്ക്
കഴിക്കാനായിട്ട്. സാധാരണ നമ്മൾ ബിരിയാണിയിലേക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ശ്രീകുട്ടനൊക്കെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ അത് കഴിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ചിക്കൻ മേടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറവാനൊക്കെ ഉണ്ട്. നമ്മൾ തീരെ ഉണ്ടാക്കാൻ ഇല്ല പറഞ്ഞത്. ഇങ്ങനെ കുറേ മറവുണ്ടെങ്കിൽ നീര് വെച്ച് തോന്നും കുറേ നേരം നിൽക്കാൻ വയ്യ. അപ്പോൾ ആ ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ട് നമുക്ക് ഉണ്ടാക്കി കയറാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറും വെന്തിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ദമ്മിടൽ പരിപാടിയിലേക്ക് പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോറ് വെച്ചിട്ടുള്ള ആ ഒരു കലത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ദമ്മിടാറുള്ളത്. ഇവിടെ വേറെ പാത്രമൊന്നുമില്ല അതിന് പറ്റിയത്. ഇതാകുമ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രം കഴുകിയിട്ട് അതിൽ കുറച്ച് നെയ്യും ഒഴിച്ചിട്ട് ഞാനിതൊന്ന് ചുറ്റിച്ചെടുക്കാൻ കേട്ടോ. എന്നിട്ട് ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ 2 ലെയറായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ആദ്യം അത് നമ്മുടെ മസാലയുടെ പകുതി എടുത്തിട്ട് നമ്മൾ ആദ്യം അടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ കുറച്ച് നമ്മുടെ നാരങ്ങാനീരും അതുപോലെ തന്നെ നെയ്യും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിൽ കുറച്ച് മല്ലിയിലയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ വീണ്ടും നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നു, ചോറിട്ട് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ 2 ലെയറായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ദമ്മിടുന്നു, അവിടെ ചട്ടി തുറയ്ക്കുന്നു. ഇവിടെ ദമ്മിടുന്നു, അവിടെ ചട്ടി തുറയ്ക്കുന്നു. നന്നായേണ്ട ചുറ്റുണ്ട് ഇളക്ക് പ്ലീക്ക്. ആ മസാലയൊക്കെ ഉണ്ടാവും ചുറ്റിനും, അതെടുക്ക്. ലച്ചു അറിഞ്ഞിട്ടില്ല, ലച്ചു റൂമില്ല. മൂപ്പർക്ക് പച്ചച്ചോറ ഇഷ്ടമാണ്. വലിയ മുടി എടുത്തൊക്കെ. ഇത് കണ്ടിട്ടാരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ടാട്ടാ. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഒരാൾ ഹാജരായത്. ഇത് എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. ഇത് ദമ്മിടാൻ മാത്രം. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ചിക്കൻ വറുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മളിതാ ദമ്മൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം. പിന്നെ ഇതാ ചേട്ടൻ ചെറിയൊരു പയർ കറി ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അപ്പോൾ അവർക്കൊന്ന് ടച്ചിങ്സിന് കഴിക്കാനായിട്ട് ബിരിയാണിയിലേക്ക് നമുക്ക് ചിക്കനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊന്നുമില്ല. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കറി ഉണ്ടാക്കുകയാണ്. ആളുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് വിശദമായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ എൻ്റെ പണികളിലായിരുന്നു. അടുക്കള ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് അടിക്കാനുള്ള നേരമായി. അച്ഛനും അമ്മയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള നേരമായപ്പോൾ നമ്മളിത് ആ ഒരു ദമ്മൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇവിടെ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് 2 പ്രാവശ്യമാണ് നമ്മൾ ചിക്കൻ വറുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആയത് അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ ബിരിയാണിയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അത് അച്ഛനും അമ്മയൊക്കെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പനീർ കറിയൊക്കെ അവിടെ ചേട്ടൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും പിന്നെ നമ്മുടെ തൈരും കുറച്ച് ബിരിയാണിയൊക്കെ ആയിട്ട് ഇതാ നാത്തൂന് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അച്ഛനും അമ്മയൊക്കെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പുറത്ത് ഗംഭീരമായിട്ടുള്ള നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവരതെടുത്തിട്ട് പോയി കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനൊന്ന് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. വെറുതെ ഒരു പപ്പടമൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് കേട്ടോ. ഞാൻ കഴിച്ചൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് അടി എന്ന് പറയണത്. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.